എന്തിന്? അത് തന്നെയാണ് ഞാനും ആലോചിക്കണതേ. മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ OK ഫാറൂഖ്, കോൺഗ്രസിന്റെ നേതാവ്, ശ്രീ ജോമോൻ ചക്കാലക്കൽ BJP, ശ്രീ PM ആർഷോ CPM പ്രതിനിധി. ഈ ചിരി വേണം എപ്പോഴും മുഖത്ത്. ആ സ്ഥിരം കോൺസ്റ്റിപ്പേഷൻ പിടിച്ച ഭാവം ഇന്ന് മുതൽ അത് വേണ്ട. നമുക്ക് സ്ഥാനാർത്ഥികളില്ലേ എന്നാണ് ഒരു അഭിപ്രായം. കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണോ ഇടതുപക്ഷം ഒരു പൊതു സ്വതന്ത്രനെ തേടി പോകുന്നത്? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തലവെച്ചത്. കേരളത്തില് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ അതാത് മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസൃതമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിവിധ ചിഹ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. പലയിടങ്ങളിലും അപ്രതീക്ഷിത വിധം എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അത്തരം ഇടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞതിന്റെ ചരിത്രം നമ്മുടെ മുൻപിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നാടിന് ഏറ്റവും സുപരിചിതനായിട്ടുള്ള പാലക്കാട്ടെ ജനങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് പൊതു സ്വതന്ത്രനായി അവതരിപ്പിച്ചിട്ടുള്ളത്. പാലക്കാട് NMR റസാഖിനെ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ? ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി. ഞാൻ വേറൊരു പോസ് തരാം. ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കും എന്ന ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ ആ മുന്നേറ്റത്തിൽ പാലക്കാടും കണ്ണിചേരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ. ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവർ അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. ഈ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ വരുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ സ്വതന്ത്രന് കിട്ടുന്ന ഏതെങ്കിലും ചിഹ്നമാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇല്ല, ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, സ്ഥാനാർത്ഥി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും സുപരിചിതനാണ്. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ടാൽ പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വായി. അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനങ്ങളോട് എന്ത് സംവദിക്കുന്നു എന്നുള്ളതിനെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പ്രാധാന്യത്തോടു കൂടി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കേരളത്തെ കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിൽ എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് നയിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കേരളത്തിൽ എവിടെയും പരിശോധിക്കുന്ന ജനങ്ങൾക്കാകെ ബോധ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ 10 വർഷം നടന്നത്. ഈ നാടിനകത്തെ ജനങ്ങളെ സ്പർശിച്ചു കടന്നുപോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്, ക്ഷേമ പദ്ധതികളാണ്. അത് ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചിഹ്നമെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമുക്കറിയാം, പതിവില്ലാത്ത നിലയിൽ പ്രചരണത്തിനുൾപ്പെടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ലഭ്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നമ്മൾ ഇന്ന് 75 മണിക്കൂറും 35 മിനിറ്റും പിന്നിട്ട് കഴിയുമ്പോഴും 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കഴിയാത്തത്ര നിലയിലേക്കുള്ള പ്രതിസന്ധി ഉടലുകയാണ് കേരളത്തിലെ. വലിയ പ്രശ്നമാണോ? ചെറിയ പ്രശ്നമല്ലല്ലോ. ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇന്നല്ലേ വന്നേ? അപ്പൊ ഇന്ന് രാത്രി വന്നില്ലേ? ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഇവര് വെയിറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി? തളിപ്പറമ്പിൽ നിങ്ങളുടെ കൂട്ടുന്ന ഒരാളെ കിട്ടി, വെയിറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി? പയ്യന്നൂർ നിങ്ങളുടെ കൂട്ടുന്ന ഒരാളെ കിട്ടി, ഇനിയും കിട്ടും വിചാരിച്ചിരിക്കും. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾക്കേറെ സന്തോഷം പകരുന്നതും ഞങ്ങൾക്കേറെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന കളകളെ ഓരോന്നിനെയും അവർ പറിച്ചെടുത്ത് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് നല്ല സന്തോഷമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ കാലയളവിൽ ഇത്രമേൽ ആഹ്ലാദത്തോടെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തൊരു കാലം. ഏറ്റവും വലിയ പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തിനകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കളയെ, ഏറ്റവും വലിയൊരു വേസ്റ്റിനെ അവർ കൊണ്ടുപോയി സ്വന്തം കൂടാരത്തി. നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? കൊള്ളാം.
നിർണയിച്ചു CPM പ്രതിനിധി പറഞ്ഞു അവർക്ക് കാരായ രാജനെ പോലെ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ യാതൊരു പ്രയാസം ഒന്ന് വന്ന് നാളെ സ്ഥാനാർത്ഥിയാക്കണം സാറിനെ മനസ്സിലായില്ലേ സെക്സ് ആക്സിഡന്റ് നേതാവ് തലവനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സാറിന് ആ നാവ് വാക്കിന്റെ ഉള്ളിൽ പോകുമ്പോഴത്തേനും സ്ഥാനാർത്ഥിയാക്കിയ പാരമ്പര്യമാണ് CPM. ഞാൻ പോവേണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി